വർഷം കൊണ്ടുള്ള പ്രശ്നം ഇന്നുണ്ടായത് ഞങ്ങൾക്ക് പള്ളിയിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു. പരിപാടിയും കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങിയ സമയത്ത് തമ്മിലങ്ങ് പിടിച്ചുകൊള്ളും ഒക്കെ ആയി. അവൻ വിനിച്ചാനെ ഒരു മതിലിനോട് ചേർത്ത് വെച്ച് അടിച്ച് മതിലും പൊളിഞ്ഞ് വിനിച്ചാനങ്ങ് താഴെ വീണ സമയത്ത് ഞാൻ ഓടിച്ചെന്ന് ഇങ്ങനെ പിന്നാണെങ്കിൽ അവൻ്റെ ഉടുപ്പെ പിടിച്ച് വിനിച്ചാനങ്ങ് അടിയിലായിപ്പോയി. ഉടുപ്പെ പിടിച്ച് വലിച്ച് മാറ്റാൻ നോക്കിയിട്ട് പറ്റാതെ ഞാൻ ഇങ്ങനെ ദൂരോട്ട് മാറി നിന്നപ്പോൾ അവന് ഓടി വന്ന് എന്നെ ഇവിടെ ഇങ്ങനെ ഇടിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും അടിക്കാനായിട്ട് വന്ന് പിള്ളേരും പള്ളിയിലെ ആൾക്കാരെല്ലാവരും കൂടെ അവനെ പിടിച്ച് മാറ്റി. എന്ന് വെച്ചാൽ സ്ഥിരം ഇവന് എന്നോട് ഭയങ്കര വൈരാഗ്യം. ഒരു 5 വർഷം കൊണ്ട് ഞാൻ ജയിച്ച കാലം മുതൽ വാർഡ് സഭകളിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. റോഡിൽ പോകുമ്പോൾ എടി നീ എന്നൊക്കെ വിളിച്ച് ഓരോ പ്രശ്നങ്ങൾ, വേണ്ടാത്ത വർത്തമാനങ്ങൾ മൊത്തം പറയുന്നുണ്ട്. അവൻ്റെ പേര് ഞാൻ കൊണ്ടുവന്ന് കേസ് കൊടുത്തപ്പം മുകളിൽ നിന്ന് അവരുടെ തന്നെ പാർട്ടിക്കാരെല്ലാം ഇടപെട്ടുകൊണ്ട് അവനെ കേസ് കൊടുത്ത് എനിക്കെതിരെ ഒന്നും വന്നില്ല. അവന് നിഷ്പ്രയാസം ഊരിക്കൊണ്ട് അവന് ഇറങ്ങുകയും ചെയ്തു. ആൾക്കാരെല്ലാം കൂടെ വന്ന് കള്ളത്തരം പറഞ്ഞ് പോലീസിൻ്റെ മുമ്പിൽ എൻ്റെ മുമ്പിൽ വെച്ച് തന്നെ കള്ളം പറഞ്ഞ് ഇതുവരെ അവിടെ വരാത്ത ഒരുത്തം പോലും കള്ളത്തരം പറഞ്ഞ് നമ്മുടെ കൗൺസിലർ ജ്യോതി മറിയത്തിൻ്റെ ഭർത്താവ് അവിടെ വന്ന് കള്ളത്തരം പറഞ്ഞിട്ടാണ് പോയത് പോലീസ് സ്റ്റേഷനിൽ. അന്ന് തന്നെ ഞാൻ അതിശയിച്ച് നോക്കിയിരിക്കുക, ഈ ആൾക്കാരുടെ വായിൽ നിന്ന് ഇങ്ങനെ വർത്താനം വീഴുമോ. അത് കഴിഞ്ഞിട്ട് ഇപ്പം തന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അനങ്ങാൻ നിന്ന് എന്നെ വന്ന് ഇടിച്ചത് ഞാൻ പിടിച്ചു മാറ്റിയതാണ്. അവൻ വന്ന് എന്നെ ഇടിച്ചിട്ട് വീണ്ടും ഉപദ്രവിക്കാൻ ഓടി വരുമായിരുന്നു. കണ്ട കയ്യിൽ വളയൊക്കെ ഇരിക്കുന്നുണ്ടോ. അടുക്കുന്നിൽ റോയി എന്ന് പറയുന്ന ഒരാളാണ്. അതുപോലെ വാർഡിൽ റോഡ് പണി നടക്കുകയാണെങ്കിൽ അവൻ റോഡ് പണി ചെയ്യാൻ സമ്മതിക്കത്തില്ല. സാധനങ്ങൾ ഇറക്കി ഇട്ടേക്കുന്നത് മൊത്തം അവൻ തിരിച്ച് കോൺട്രാക്ടറെ കൊണ്ട് വണ്ടി തിരിച്ച് കയറ്റിച്ച് ഞാനും എൻ്റെ ഭർത്താവും കൂടെ പോയി ആ സാധനം തിരിച്ച് അവരെ കൊണ്ട് അവിടെ തട്ടിച്ച് യാതൊരു കാരണവശാലും ഇവിടെ റോഡ് പണി ചെയ്യാൻ സമ്മതിക്കത്തില്ലെന്നും പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിച്ച് നിരന്തരം പ്രശ്നങ്ങൾ വാർഡിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. തമ്മിലടുപ്പീര് ഈ പല രീതിയിലും ആൾക്കാരെ കൊണ്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പള്ളികളിൽ ആരാധന ഉണ്ടെങ്കിൽ അവിടെ പ്രശ്നം ഉണ്ടാക്കുക. ചാക്കാല വീട്ടിൽ പ്രാർത്ഥനകളിൽ എന്ന് വെച്ചാൽ വാർഡിൽ ആർക്കും കണ്ടുകൂടാത്ത ഒരു വ്യക്തിയായത്. വാർഡിൽ ആരൂടെ ചോദിച്ചാലും ഇവനെ പറ്റി ചോദിച്ചാൽ പറയും. അവൻ പറയുന്നത് ഇവന് ഒരു സ്ഥാനം വേണമെന്നാണ് പറയുന്നത്. മറ്റുള്ളവർ വോട്ട് തന്ന് നമ്മൾ ജയിച്ച് ഒരു കൗൺസിലർ എന്ന സ്ഥാനത്തേക്ക് വന്ന് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്ഥാനത്തിരിക്കുന്നത്. പക്ഷേ അവന് ഞാൻ സ്ഥാനം കൊടുക്കാൻ അവനൊരു പട്ടാളക്കാരനാണ്. 4-5 പട്ടാളക്കാർ ചേട്ടന്മാരുള്ള വീട്ടിൽ നിന്നാണ് ഞാനും വന്നേക്കുന്നത്. എന്നിട്ട് പോലും നമ്മൾ ഈ കൗൺസിലറാണെന്ന് പറഞ്ഞ് നമ്മൾ അഹങ്കരിച്ചിട്ടൊന്നും നമ്മളില്ല. ഇന്ന് വെറുതെ ഉള്ള പ്രശ്നം അത് വിനിച്ചാനോട് ചോദിച്ചാൽ പറയും. ആ പ്രശ്നത്തിലാണ് നമ്മൾ ചെന്ന് പിടിച്ചു മാറ്റാൻ പോയതാണ്. അപ്പോൾ പിടിച്ചു മാറ്റാൻ പോയിട്ട് പറ്റാഞ്ഞ് ഞാനങ്ങ് ദൂരോട്ട് ഇങ്ങനെ മാറി നിൽക്കുമായിരുന്നു. മാറി നിന്ന് എന്നെയാണ് ഓടി വന്ന് എൻ്റെ ഇവിടെ വന്ന് ഇടിച്ചതും വീണ്ടും ഉപദ്രവിക്കാൻ ഓടി വന്നപ്പോഴത്തേക്ക് ആൾക്കാരെല്ലാം കൂടെ പിടിച്ചു മാറ്റിയതും. പോലീസിൽ ആദ്യം പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് പോലീസിൽ പരാതി പോയി. പോലീസ് ഇതുവരെ വന്നില്ല. അതേ ഗുണവും വന്നില്ല. പോലീസുകാർ വിളിച്ച് പറഞ്ഞു മാപ്പ് പറയണമെന്ന് പറഞ്ഞ് മാപ്പ് പറഞ്ഞിട്ടുമില്ല, ഒന്നുമില്ല. ഒരാൾക്ക് ഇച്ചിരി ബിരിയാണിയും ഇച്ചിരി ഇതെടുത്തപ്പം ഈ പുള്ളി എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യയെ ആക്രമിച്ച അവൻ ഉടനെ പറഞ്ഞു ഇവിടെ ഇതൊന്നും നടക്കത്തില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ നടക്കത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ ഉടനെ സെക്രട്ടറി അടുത്ത് ഞാൻ പറഞ്ഞു, അച്ഛാ എങ്ങനെയാ അച്ഛാ ബിനു ആവശ്യമുള്ളത് കൊണ്ടുപോകും. അന്നേരം അത് കഴിഞ്ഞ് എല്ലാവരും ആവശ്യത്തിന് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയി. അന്നേരമാണ് ഈ വ്യക്തി ഒരു കവറിനകത്ത് ആവശ്യം പോലുള്ള സാധനം അവരെ വീട്ടിലേക്ക് കൊണ്ടുപോയത്. അന്നേരം ഞാൻ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചു, അച്ഛാ റോയിച്ച ഞാൻ ഇതുവരെ ഇടാപെടാമെന്ന് ആരെയും വിളിച്ചിട്ടില്ല. റോയിച്ച ഇത് ശരിയാണെന്ന് ചോദിച്ചപ്പോൾ നീ ആരടാ എന്ന് പറഞ്ഞാൽ മനസ്സിൽ എൻ്റെ കുഞ്ഞുങ്ങൾ കേൾക്കാൻ പറ്റാത്ത രീതിയിൽ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ആരടാ ഇതെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഒറ്റ ഇടി അടിച്ചു. എൻ്റെ കയ്യിലൊരു കൈ കുഞ്ഞുണ്ട്, എൻ്റെ പുറയിൽ വേറെ നമ്മുടെ ആൾക്കാരെല്ലാം ഉണ്ട്. പുറത്തിറങ്ങി വന്നപ്പം ഞാൻ റോയിച്ച ഇതെന്തോ കാണിക്കുന്നേ, പക്ഷേ പള്ളി വെച്ച് അവനോട് ചോദിക്കാം, പക്ഷേ നമ്മൾ അങ്ങനെ ചെയ്തില്ല. എന്ന് പറഞ്ഞാൽ ഞാനൊരു മാർത്തമോക്കാരനാണ്. ഞാനത് പുറത്ത് വന്നിട്ട് ഞാൻ റോയിച്ച എന്തോ കാണിക്കാമെന്ന് ചോദിച്ചപ്പോൾ നീ ആരടാ എന്നും പറഞ്ഞുകൊണ്ട് എന്നെ മതിലെ ഇടിച്ചങ്ങ് താഴെ ഇട്ട്. അന്നേരമാണ് സൂസമ്മ വന്ന് പിടിക്കുന്നത് കൗൺസിലർ. അടിക്കുന്നത് കണ്ടുകൊണ്ടാണ് പിടിച്ചത്. പിടിച്ചപ്പോൾ ഉടനെ പറഞ്ഞു, നീ ആരടി, നിന്നെ പണ്ടേ നോക്കി വെച്ചേക്കുക, നീ അല്ലേലും നീ അഹങ്കാരിയ എന്നും പറഞ്ഞുകൊണ്ട് ഇവളെ ഇടിച്ച്.